വാല്യൂമിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം പട്ടത്താണ്. ഇവിടെ കുറച്ച് ഗെയിം സെഷൻസും ടാസ്കും ഒക്കെ ആയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചേക്കുന്നത് അമീഷ ചേച്ചിയാണ്. ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് നമുക്ക് പോവാം അല്ലേ? ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഇല്ല, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇങ്ങനെ ലീവ് എടുപ്പിച്ചിരുത്തിയിരിക്കുകയാണ്, അല്ലാണ്ട് വേറെ ഒരു ഐഡിയ. ഞാൻ നോക്കാൻ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ലീവ് എടുത്ത് ആൾക്ക് പോകാൻ റെഡി ആയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ആള് വന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓ, ചേട്ടൻ ഇങ്ങനെ ഞെട്ടിയിരിക്കുക. ചേച്ചി വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. നമ്മൾ സൂര്യ കോമഡിന്ന് വരികയാണ്. ഫൺ ഫാലിമി എന്ന് പറഞ്ഞൊരു ഷോയുടെ ഭാഗമായിട്ട് വന്നതാ. അപ്പോൾ ചേട്ടൻ ഇട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ചേച്ചിയാണ് ഞങ്ങളെ വിളിച്ചത്. ചെറിയൊരു പണി. ചേട്ടൻ അടുക്കളയിലൊക്കെ കേറാറുണ്ടോ? കേറാറുണ്ട്, കാണാറുണ്ട്. അടുക്കള കാണാറുണ്ട്. അപ്പൊ നല്ല പണി തന്നെയാണല്ലോ കൊടുത്തത്. എന്താന്ന് പറയാ? ഒരു ചെറിയ, ഞാൻ എപ്പോഴും വരുമ്പോ ഞാനല്ലേ ചായയും കടിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് എന്റെ ഒരു ആഗ്രഹം എനിക്ക് ചെയ്തു തരണമെന്നുള്ളത്. ഞാൻ ചെയ്തു തരണം, ചെറുതായിട്ട്. ചേട്ടന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ഡോക്ടർ ഇർഷാദ്. ഡോക്ടർ ആണല്ലേ? ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ സ്വന്തം ഡെന്റൽ ക്ലിനിക്കാണ്, പേരൂർക്കടയും അമ്പലത്തറ. ഓക്കെ, ഡെന്റൽ ഡോക്ടറാ. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനുണ്ട്. പറഞ്ഞിരുന്നേ. ചേച്ചി എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ വെഞ്ഞാറമൂട് എഞ്ചിനീയറിംഗ് കോളേജിൽ AP ആണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഓ, ടീച്ചർ ആണല്ലേ? അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. നമ്മൾ വരുന്ന കാരണം നമുക്ക് ഇമ്പോർട്ടൻസ് ഇവിടുത്തെ പണിയാണല്ലോ. എന്താ താല്പര്യം. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, കടി എന്താന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടോ? ഇല്ല, എനിക്ക് ഐഡിയ ഉണ്ട്. എന്താ പറഞ്ഞു? പഴംപൊരി ഉണ്ടാക്കാം. സാധനം എന്താന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തു, പഴംപൊരിയും ചായയും. അപ്പൊ ചെറിയൊരു ഇളവ് ഞങ്ങൾ തന്നേക്കാം. സാധാരണ ഒറ്റയ്ക്ക് വേണം ഉണ്ടാക്കാൻ. ഇതിപ്പോ ചേച്ചിയും കൂടെ വേണമെങ്കിൽ കിച്ചണിലോട്ട് വന്നോട്ടെ. ചേച്ചി കിച്ചണിലോട്ട് വന്നിട്ട് ചേച്ചി ഒന്നും ചെയ്യരുത്. ചേച്ചി ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുക്കണം. അതെടുക്കൂ ഇതെടുക്കൂ എന്നുള്ളത് മാത്രം. ഒന്നും ചേച്ചി ചെയ്തു കൊടുക്കരുത്. ഓക്കെ? അപ്പൊ ഞാൻ ഗസ്റ്റ് അല്ലേ? അല്ല, കിച്ചൺ ഡോറൊക്കെ അടച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നതില്. എങ്കിൽ പിന്നെ എന്തോന്ന് ടാസ്ക്? ഞങ്ങളെല്ലാം ഞാൻ മൊത്തം ചെയ്യേണ്ടി വരുമെന്നായിരിക്കും. പക്ഷെ ഇങ്ങനെ ഡോർ അടച്ചാലും ചേച്ചി ചെയ്തു വരുമെന്ന് തോന്നുന്നുണ്ടോ? പണി കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഇവിടെ വന്ന് പറയും. അപ്പൊ ഞാൻ ഗസ്റ്റ് അല്ലേ? ഞാൻ ഇങ്ങനെ ഫാനൊക്കെ ഇട്ട് ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാം. എനിക്ക് ചായയും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരണം. അതാണ് സ്പിരിറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി കിച്ചണിലോട്ട് മൂവ് ചെയ്യാം. നമുക്കല്ല, ഞാനിവിടെ ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ കിച്ചണിലോട്ട് മൂവ് ചെയ്യട്ടെ. ഇതാണ് കിച്ചൺ, അറിയാലോ. ഇനിയിപ്പോ തുടങ്ങിക്കോ. ചായയും പഴംപൊരിയും ഉണ്ടാക്കാം. തുടങ്ങിക്കോ. ചായ ഉണ്ടാക്കാൻ ചായപാത്രം. അത് അതിൽ തന്നെ ചെയ്യാലോ. ഗ്യാസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇൻഡക്ഷൻ ഏതിലെങ്കിലും ചെയ്താൽ. എത്ര പേർക്കുള്ള ചായ? ഇത്ര എല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും ഇതിനകത്ത് കൊള്ളുന്ന എത്ര ചായ? അല്ല, അത് പാലൊഴിക്കണ്ടേ? ഇതിന്റെ അകത്ത് പാലൊഴിക്കല്ലേ? ഫ്രിഡ്ജില്. അപ്പൊ ഞാൻ പാല് എടുത്തോണ്ട് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതിന്റെ ഉദാഹരണം വെച്ചാലേ, നല്ല ചായ നിങ്ങൾക്ക് തരണമെന്ന് വിചാരിച്ചാണ്. ഇതിന്റെ അകത്ത് ആവുന്നൊഴി എന്തിനെന്ന് ചോദിക്കരുത്. ഞാൻ ചെയ്യുന്നത് കഴിക്കുക. അളന്തൊക്കെ ഒഴിക്കേണ്ട കാര്യമില്ല. 5 പേർക്കുള്ള ചായ ആയാലും കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, പാല് കൊറേ തറയിൽ പോകുന്നു കേട്ടാ. അപ്പൊ എല്ലാവർക്കും ഉള്ള പാലായി. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കൂടെ ചെയ്യണേ. അത് ഇത് പൊങ്ങി വരും. ഒരു സ്പൂൺ കൈയൊന്നും പോരാ. സ്പൂൺ പഞ്ചസാര എടുക്കണം. പഞ്ചസാര എടുത്തു. അത് തിളച്ചിട്ടിടാം. പിന്നെ എന്താ തേയില എവിടെയായിരുന്നു? തേയില
റെയിൽ അവിടെ അല്ല, അവിടെ അല്ല, അവിടെ അല്ല പറഞ്ഞ റെയിൽ പറയുന്നത്. ഇതാണ് പ്രശ്നം. തേയില വെക്കുന്നിടത്ത് തന്നെ ചായയുടെ സാധനങ്ങളൊക്കെ ഇത് കണ്ട് ശീലിക്കണമല്ലോ, എടുത്ത് നോക്കിയോ. എന്നെ പറ്റിക്കാൻ വേണ്ടി തന്നെ മാറ്റി വെച്ചേക്കുന്നതാണ്. തിളച്ചില്ലേ, ചെറിയ പാത്രത്തിൽ ഒരുപാട് അരിവുന്നുണ്ട്. അതില് വെച്ച് അതില് പെട്ടെന്ന് ചാടും വെളിയിൽ. ഒരു കൈ അതിനായിട്ട് മാറ്റിയിട്ടേക്കോ. കുറച്ച് കളയാൻ പറ്റുമോ? വേറൊരു പാത്രത്തിലോട്ട് കളയാതെ വരില്ല, പാല് കറക്റ്റായിട്ട് പൊങ്ങി വരുന്നത്. ചായയുടെ എളുപ്പമല്ലേ? ചായയുടെ എളുപ്പം. പക്ഷെ ഒരാൾക്ക് വേണ്ടി ഇട്ടൊക്കെ ചായ എളുപ്പം. എളുപ്പം ഇനി നിങ്ങളാരും ഇട്ടോ എപ്പോഴും അതിൽ വെക്കരുത്, പൊങ്ങി ചാടും. അങ്ങനൊന്നും ചാടത്തില്ല. ചായ ഉണ്ടാക്കി ഇത്രയും പ്രശ്നമാണ്, ഇനി പഴംപൊരി എന്തായിരിക്കും? ചായ റെഡി, ചായ റെഡി, ചായ റെഡി. അരിപ്പെടുത്ത്, അരിപ്പെടുത്ത്, അരിച്ച് ഇത് അരിക്കണ്ട. അരിപ്പ് എടുത്തു, അവിടെ വെച്ചിട്ട് വാ. ഞാൻ ഇല്ല ഇവിടെ. ഇത് ഓഫ്. ഓട്ടോമാറ്റിക്കലി ഓഫാകുന്ന പരിപാടി വേണം. ഈ പഞ്ചസാര ഇവിടെ വെച്ചെടുക്കാം കേട്ടോ. തെറ്റിപ്പോരും നിങ്ങൾക്ക് എടുക്കുമ്പോ. ഇതിവിടെ എനിക്ക് തെറ്റരുത്. അടിച്ച ചായ വേണം. തന്നെ അടിച്ചാൽ മതി. ചായ ഉണ്ടാക്കാനേ വന്നുള്ളൂ, അടിച്ച ചായ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത് തുടങ്ങാവേ. അതൊക്കെ ക്ലീൻ ചെയ്യും. കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് കപ്പുണ്ട്. കൈ വെച്ചേക്കുന്നല്ലേ? അറിവിലേക്ക് പറയാണ്. കഴുകി വെച്ചേക്കുന്നതാണെങ്കിൽ ഒന്നും കൂടെ കഴുകണം എപ്പോഴും. ആദ്യം സ്വന്തമായിട്ട് കുടിച്ചു നോക്കേ. ഞാൻ ചായ കുടിക്കത്തില്ല, അറിയത്തില്ല. കാപ്പി കുടിക്കത്തില്ല. ചായ കുടിച്ചു നോക്ക്, കുടിച്ച് നല്ലതാണെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. ഇല്ല നിന്നില്ലേ ഉണ്ടാക്കി തരാനേ പറഞ്ഞു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കൊള്ളത്തില്ല. സത്യമായിട്ട് പറയണം. സത്യമായിട്ട് നല്ല ചപ്പ അറിയാല്ലേ. മുതലിറച്ചി കഴിച്ചിട്ട് മറ്റേ ഇതിൽ പറയുന്നത് നിനക്ക് വാട്ടാ. ഇനി സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ ചായ ഇട്ടുതരാവേ. അടിപൊളി ചായ, ലോകത്തിലെ ഏറ്റവും നല്ല ചായ. ചായ ആയിട്ടുള്ളൂ, പഴംപൊരി ഇനി ആവണേ ഉള്ളൂ. ചായ ആയപ്പോ തന്നെ ഇത്രയും സമയമായേ. ചായ ആയപ്പോ തന്നെ അതൊക്കെ പെട്ടെന്ന് ചെയ്യും. ചേച്ചി കുടിച്ചായിരുന്നോ? കുടിച്ചു. നല്ല ചായ ഇടാൻ അറിയാട്ടാ. ആ, ചായ ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് ഇത്ര ഇടിയിക്കുന്നതെന്നും ഒന്നും മാറിയില്ല. അല്ലേ? ചായ കുടിച്ചിട്ട് നല്ല ചായ ഒരു 9 ഒക്കെ കൊടുക്കാം. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ എനിക്ക് ആ ഒരു ഇതിൽ 9 കൊടുക്കണമല്ലോ. ഇത് കേൾക്കുന്ന ചേട്ടൻ ഇനിയിപ്പോ പഴംപൊരി അത്ര നന്നായിട്ട് ഉണ്ടാക്കണ്ട, അതും കൂടെ തലേ വീഴും. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവിടെ പോയിരിക്കട്ടെ. ഇനിയിപ്പോ ചായ കുടിച്ചോ. ഞാൻ പോയി ചായ കുടിക്കും. പഴംപൊരി എടുക്കാനായിട്ട് വിളിക്കും. ഇപ്പൊ ചായ എടുത്തല്ലോ. ബൈ. ഒരു ചായ ഞാൻ സക്സസ് ആക്കി. 9 out of 9 കിട്ടി എനിക്ക്. 10 out of 9 9 out of 10 കിട്ടി. താങ്ക് യു. അടുത്തത് പഴംപൊരി. അതിലേക്ക് കിടക്കാണ്. പഴം, മൈദ, ഉപ്പ്, പഞ്ചസാര, എണ്ണ, മഞ്ഞൾപ്പൊടി, അത്രയും മതി. പഴം കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര, മൈദ, മഞ്ഞൾപ്പൊടി. അപ്പോഴിനി ഒരു പാത്രത്തിൽ
കൊടുത്താൽ മതിയായിരുന്നു, ഒരുപാടായിപ്പോയി. ഇത് ബംഗാളികളുടെ നമ്മുടെ ഇതുണ്ടല്ലോ പഴംപൊരി പോലെ ഇപ്പോൾ പഴം കാണത്തില്ല, ഈ മാവ് മാത്രം പൊരിച്ചിരുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം ബാക്കി എല്ലാം ആഡ് ചെയ്തിട്ട് കലക്കാം. പോയിട്ടില്ല, ഇപ്പൊ തെറ്റിപ്പോയനെ. ഉപ്പില്ലാതെ ഒരു കാര്യമാണ്, പഴംപൊരിക്ക് ഉപ്പ് മസ്റ്റാണ് കേട്ടോ. മറന്നു പോയി. കറക്റ്റ് ആയിരുന്നു ഉപ്പ്. ആ അത് കറക്റ്റ്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കൂടി ഞാൻ ആരും മരിച്ചൊന്നും പോകത്തില്ല. കേസരി മതിയായിരുന്നു ഉണ്ടാക്കാൻ. പെരുംചീരകം ഇടത്തില്ല, നല്ല ജീരകം ഇടും. അപ്പുറത്തുണ്ട്. എവിടെ? പക്ഷെ കേസരി മതിയായിരുന്നു അല്ലേ? കേസരി നല്ലതായിരുന്നു, പക്ഷേ നല്ല പണിയായിരുന്നു അത്. അതിങ്ങനെ ഇട്ട് കുറേ പ്രാവശ്യം. മാവ് കറക്റ്റായ? മാവൊക്കെ കറക്റ്റ് ഇതാ കണ്ടോ? ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ആ കട്ട് കട്ട്. ഇത്രയും പണിയൊക്കെ അറിഞ്ഞിട്ടാണ് പോകുന്നത്. ഇതൊക്കെ അറിയുന്ന പണിയെല്ലാം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടിയോ? മുഖ്യം അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ, എണ്ണ എടുക്കണം. ഇതെവിടെ? അത് ഇതെങ്ങനെയാ? ഇത് മറ്റേതൊന്നുമില്ല, അല്ലാതെ കത്തിക്കുന്നത്. സ്റ്റവ് പറഞ്ഞു കൊടുക്കട്ടെ? സ്റ്റവ് കത്തിക്കുന്ന റിസ്ക് ആണ്. അല്ലല്ല, അതൊന്നും അല്ല. ആ സിസ്റ്റം നിങ്ങൾ മാറ്റി വെച്ച്. ഇല്ലെങ്കിൽ ഇപ്പം ഗ്യാസ് എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചേ. ഇങ്ങനല്ലായിരുന്നല്ലോ നേരത്തെ? അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനൊന്നും അല്ലായിരുന്നു എൻ്റെ സിസ്റ്റം. ഇത് കറുത്ത നോബായിരുന്നു, ഇപ്പൊ എങ്ങനെ വെളുത്തത്? ആ അതൊന്നും അറിയുന്നില്ല അല്ലേ? മാറ്റിയിട്ട് ഇപ്പോൾ 1 മാസമായി. ആ എന്നോട് ചോദിക്കാൻ എണ്ണ തിളക്കി ഇത്രയും താമസം എടുക്കുമോ? ആ മാവ് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണ ഒഴിക്കണമായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഒതുക്കി ക്ലീനൊക്കെ ചെയ്യും. കണ്ടോ കേട്ടോ, ഒന്ന് ചെയ്താൽ മതി. ആ സമയത്ത് അത് ചെയ്താൽ സെപ്പറേറ്റ് വേണ്ട കേട്ടോ, ഒന്ന് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ, എനിക്ക് പണ്ടേ എങ്ങനെ വീട്ടിൽ വഴക്കും. നമുക്കിത് എണ്ണ തിളച്ചോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. മൊരിയണോ? കുറച്ച് മൊരിയുണ്ട്. അരച്ചിടിയൊന്നും വേണം. എണ്ണ മുങ്ങി കിടക്കുമല്ലേ? അപ്പം മറിച്ചിടുന്ന പാൻ തവ ഫ്രൈ. സോറി, ഇത് മുങ്ങി കിടക്കുന്ന ഒരു സാധനത്തിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. തവ ഫ്രൈക്കാണ് നമ്മൾ തിരിച്ചിടേണ്ടത്. അത് നിങ്ങളുടെ ഫാഷനാണ്. തവ ഫ്രൈക്കാണ് 2 സൈഡും ചൂട് തട്ടി കരിയേണ്ടത്. ഇത് മുങ്ങി കിടക്കില്ല. അധികാര പരിധിയിൽ കൈയടത്തരുത്, മനസ്സിലായോ? ഇത് മൊത്തം എൻ്റെ അധികാരത്തിൽപ്പെട്ടത്. ഞാൻ ഉണ്ടാക്കി തരാന്നുള്ള കഴിക്കുക. പറയാം. കിച്ചണിൽ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയണ്ടേ? ക്ലിനിക്കിലുള്ള പേഷ്യൻസ് അറിയത്തില്ലേ, ഞങ്ങളുടെ പല്ല് നോക്കേണ്ട സമയത്ത് ഇവിടെ എന്തായാലും നമ്മുടെ ടാസ്ക് ഒക്കെ ഫിനിഷ് ചെയ്തു. അപ്പൊ പഴംപൊരിക്ക് എത്ര മാർക്ക് കൊടുക്കും? ഔട്ട് ഓഫ് 10? കഴിച്ചില്ല. ടേസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ഇനി റേറ്റ് ചെയ്യുന്നില്ല, കഴിച്ചിട്ട് റേറ്റ് ചെയ്യും. പകുതി നമുക്ക് 2 കൂടെ കഴിക്കാം. ഒരെണ്ണം
കഴിച്ചു നോക്കാം. ഷെഫും കൂടെ ഒന്ന് കഴിക്കും. ഇത് ചെറിയ പ്രശ്നം തരാം. ഈ പഴം കുറച്ചുകൂടെ പഴുക്കണമായിരുന്നു. ശരിയല്ലേ? പഴം കുറച്ചും കൂടെ പഴുക്കണമായിരുന്നു. പക്ഷേ ഈ കവറിങ് ഒക്കെ നല്ല ക്രിസ്പി അല്ലേ? കവറിങ് നല്ല ഇതാ. മതിയാണ്. പക്ഷെ പഴം പഴുപ്പിച്ചത് ഞാനല്ലല്ലോ. അതുകൊണ്ട് അതിന്റെ ഒരു പോരായ്മ. ആ ഒരു പോരായ്മ ഉള്ളൂ. എന്തായാലും നമ്മൾ ചായ ഉണ്ടാക്കി, പഴംപൊരി ഉണ്ടാക്കി, പണി കൊടുക്കാൻ വിളിച്ചിട്ട് ഹാപ്പി ആയോ? ഹാപ്പി, വളരെ സന്തോഷം. നോക്കി ഇനി ഇങ്ങനെയുള്ള പണികൾ എനിക്ക് വളരെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാവേ. ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി തരാമെങ്കിൽ ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സെഷൻ ആയിരുന്നു. എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ഫണ്ണായിരുന്നു. ഓരോ കൗണ്ടറുകൾ കേട്ട് 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 ചിരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തത് കാരണം നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. ഓ താങ്ക് യു. ഇപ്പോൾ ടാസ്ക് ഒക്കെ തന്ന് പെർഫോം ചെയ്യിപ്പിച്ചതല്ല. അപ്പൊ ഗിഫ്റ്റ് വെറുതെ അങ്ങോട്ട് തരാൻ പറ്റുമോ? ഇല്ല, ഗിഫ്റ്റിന് പിന്നെ ഒരു വഴിയുണ്ട്. അതായത് ഒരു ചെറിയ ഗെയിം സെഷൻ ഞാനും ചേച്ചിയും കൂടെ ഉള്ള ഗെയിം ആയിരിക്കും. ആ ഗെയിമിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വക നല്ല അടിപൊളി ഒരു സമ്മാനമുണ്ട്. ഗെയിംസിന്റെ കാർഡ്സ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 3 കാർഡിലും ചേച്ചി ഒരു കാർഡ് എടുക്കുന്നു, നമ്മൾ ആ ഗെയിം കളിക്കുന്നു. ഓക്കെ, ചേച്ചി എടുത്തു. ഓക്കെ, ചേച്ചി ദാ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ്. ബാക്കി ഗെയിംസ് നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ്. ഒന്ന് ഇതായിരുന്നു ടാസ്ക് ആണെന്ന് തോന്നുന്നല്ലേ? കണ്ടിട്ടൊരു ഇത്തിരി ടാസ്ക് ആണെന്ന് തോന്നുന്നു. ഇത് ഭാഗ്യം, നല്ല ടാസ്ക് ആയിരുന്നു. ഭാഗ്യം എളുപ്പമുള്ളത് തന്നെ എന്തായാലും എടുത്തത്. എന്ന് വെച്ചാൽ കാഴ്ചയിൽ എളുപ്പമുള്ളത് കളിക്കുമ്പോൾ അറിയാം എന്താന്ന്. അപ്പൊ ഇതാ ഇത് കണ്ടിട്ട് പിടിച്ചോ, എന്താ തോന്നുന്നത്? എന്തായിരിക്കും ഗെയിം? കപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ബോൾ വെക്കണം. ബോളും കപ്പും കൊണ്ടുള്ള എന്തോ പരിപാടിയാണെന്ന് നമുക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അപ്പൊ പ്രോപ്പർട്ടീസ് വരട്ടെ, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പൊ ദാ പ്രോപ്പർട്ടീസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നില്ലേ? ഈ ബോൾ നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യണം, ഇങ്ങോട്ട് പാസ് ചെയ്യണം. അങ്ങനെ താഴെ വരെത്തി പാസ് ചെയ്യുന്നത് ഇങ്ങനെ വെക്കണം. ഇഫ് ഇൻ കേസ് ചേച്ചി നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബോൾ താഴെ പോയി കഴിഞ്ഞാൽ വിഷമിക്കണ്ട, അടുത്ത ബോൾ എടുത്തിട്ട് നമ്മൾ ഗെയിം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബസ് അടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചിയുടെ താഴെ പോയോ? ലാസ്റ്റ് വെച്ചപ്പോ താഴെ പോയി. സാരില്ല, ഈ ഗെയിമിൽ ഞാൻ ജയിച്ചു. പക്ഷെ എന്നാലും ചേച്ചി നമ്മൾ വെറും കൈയോടെ വിടില്ല. നമുക്കിവിടെ ഒരു സെറ്റ് ഓഫ് ഗിഫ്റ്റ് ഉണ്ട് ചേച്ചിക്ക് തരാനായിട്ട്. അപ്പൊ ആ സെറ്റ് ഓഫ് ഗിഫ്റ്റിലേക്ക് നമുക്ക് പോവാം. കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ട്, കുറച്ചധികം ഗിഫ്റ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. അപ്പൊ ഗിഫ്റ്റ് തരുന്നതിന് മുമ്പ് നമുക്ക് ചേട്ടനെ വിളിക്കണം. ചേട്ടനും ചേച്ചി മാത്രമല്ല, ഇവിടെ നിങ്ങളുടെ 3 മക്കളുണ്ട്. അപ്പൊ 3 മക്കളുണ്ടോ ഇപ്പൊ ഇവിടെ? ഇല്ല, മോളില്ല. മോൾ സ്കൂളിൽ ആനിവേഴ്സറി ആണ്. അപ്പൊ അതിന് പോയേക്കാണ്. നൈറ്റ് ആവും വരാനായിട്ട്. അപ്പൊ ബാക്കി 2 പേരും വന്നിട്ടുണ്ട് സ്കൂളിലൊക്കെ പോയിട്ടല്ലേ? അപ്പൊ നമുക്ക് അവരെ 2 പേരെയും കൂടെ വിളിക്കാം. ചേട്ടനെയും മക്കളെയും കൂടെ വിളിച്ചിട്ട് എല്ലാരെയും കൂടെ നിർത്തി നമുക്ക് ഗിഫ്റ്റ്സ് അങ്ങോട്ട് തരാം. ഓക്കെ, സോ എല്ലാരും കൂടെ വന്നിട്ട് നമുക്ക് കാണാം. ഇവരെല്ലാരും വന്ന് സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. ഒരാൾ മിസ്സിംഗ് ആണ് അല്ലേ? അതെ, മോള്. അപ്പൊ മോള് വരുമ്പോ പറയണം അച്ഛന് പണി കൊടുത്തു. മോൾ എന്താ ചെയ്യുന്നത്? 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഓക്കെ, ഇവര് 2 പേരുടെയും പേരൊക്കെ പറ. സബീൽ. മോന്റെ പേര് നബീൽ. എന്താ ചെയ്യുന്ന 2 പേരും? ഞാൻ 11th പഠിക്കുന്നു, നിർമ്മല വൻ സ്കൂളില്. നീറ്റിന് വേണ്ടി പ്രിപ്പയർ. 11th മോന്റെ സബ്ജക്ട് ഏതാ? ബയോമാക്സ് ആണ്. ഞാൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അച്ഛന്റെ പോലെ തന്നെ. അപ്പൊ ഈ കൂട്ടത്തിൽ പാട്ട് പാടുന്ന ആരാ? പുള്ളിപ്പാടും. അത്യാവശ്യം നല്ലോണം പാടും. ഏത് സ്റ്റേജിൽ മൈക്ക് കിട്ടിയാലും വെറുതെ വിടാറില്ല. നല്ല പണിയാണല്ലോ ഇവിടെ നിന്ന് തന്നോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വാപ്പിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാം. അതിനു മുമ്പ് സമ്മാനം എല്ലാം തരാം. അപ്പോഴത്തേക്കും വാപ്പി ഒന്ന് പ്രിപ്പയർ ചെയ്ത് പാടാനായിട്ട് സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഗിഫ്റ്റ്സ് ഐറ്റം. ഇത് ഒരു എന്താ പറയാ, ഒരു ഡയമണ്ട് ഫേഷ്യൽ കിറ്റ് ആണ് മാമിയുടെ. മാമിയ വെൽനസ് കെയർ ചർമ്മ സംരക്ഷണത്തിന് നൂതന വിദ്യയിലൂടെ ആയുർവേദ ചേരുവകൾ ചേർത്തെടുത്ത് തയ്യാറാക്കിയതാണ് മാമിയ വെൽനസ് കമ്പനി. ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. സൺറൈസ് ലിക്വിഡ് ഡിറ്റർജന്റ്,
100% വസ്ത്രങ്ങൾക്കും കൈകൾക്കും സുരക്ഷിതം, 100% വെജിറ്റബിൾ ഓയിൽ നിർമ്മിച്ചത്. കൊഴിഞ്ഞെല്ലാം കഴിഞ്ഞ മട്ടാണോ? പഴയതിലും കരുത്തോടെ, കൂടുതൽ ആരോഗ്യവും തിളക്കത്തോടെ മുടി വളരാൻ മാളിയേക്കൽ ഹെയർ ഓയിൽ. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരാൻ ജനപ്രിയ ലാ ക്രിസ്പോ സ്നാക്സ് ഹെബ്രോൺ ഗ്രൂപ്പ്. ഇതാണ് ചേട്ടനിരിക്കട്ടെ, നമ്മളുടെ സൂര്യ കോമഡിയുടെ വക നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ്. അപ്പൊ ചേട്ടൻ പാട്ട് പാടും എന്ന് പറഞ്ഞു. ചേട്ടന്റെ പാട്ടാണ് ഇനി അടുത്തത്. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ പണികൾ നിങ്ങൾക്കും കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നും അല്ലേ ഇത് കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ വേഗം തന്നെ നമ്മളുടെ സൂര്യ കോമഡിയുടെ ഫൺ ഫാലിമിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. മെയിൽ ഐ ഡി ഇതാ താഴെ കിടപ്പുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പണികളും ഗെയിം സെഷൻസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ചേട്ടൻ്റെ പാട്ടോട് കൂടി നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? പാട്ട് പാടാൻ റെഡി അല്ലേ? ഓക്കെ, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു സോ മച്ച്.